നമസ്കാരം, ഇലക്ട്രോകെമിസ്ട്രിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷനും അതുപോലെ തന്നെ മോൾട്ടൺ NaCl ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എഴുതി തയ്യാറാക്കിയത് മൈക്കിൾ ഫാരഡെ ആണ് എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട്. ഫാരഡെ കണ്ടുപിടിച്ച ഫാരഡേസ് ഫസ്റ്റ് ലായും ഫാരഡേസ് സെക്കൻഡ് ലാ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ഫസ്റ്റ് ലാ ഓഫ് ഇലക്ട്രോളിസിസ് നമ്മൾ പറഞ്ഞു, കറണ്ട് എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യും. കറണ്ട് കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് സബ്സ്റ്റൻസ് മാത്രമേ ഡിപ്പോസിറ്റ് ചെയ്തുള്ളൂ, കുറച്ച് സബ്സ്റ്റൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ലിബറേറ്റ് ചെയ്തുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡിപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് പ്രോസസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ ഇറ്റ്. എന്നിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ചെയ്ത് തയ്യാറാക്കിയായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. Q is equal to Z W is equal to ZQ. Q അല്ല, W is equal to ZQ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ എഴുതി തയ്യാറാക്കിയിരുന്നു. W is the amount of substance deposited or liberated at an electrode. Q is the quantity of electricity flows through it. Z is called electrochemical equivalent. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ ഓർപ്പിക്കുന്നു. Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Q ഈക്വൽ ടു NE എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇത് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. E എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, NE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ടോട്ടൽ ചാർജ് Q is equal to NE ആണ്. അതുപോലെ തന്നെ Q is equal to IT എന്ന് പറയുന്ന ഒരു വേറൊരു ഇക്വേഷനോടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Q is equal to IT എന്ന് പറയുന്ന വേറൊരു ഇക്വേഷനോടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് Q is equal to IT എന്ന് വെച്ചാൽ എന്താണ്? I എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടും T എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. ഐയും ടിയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ Q കിട്ടും. ഈ വാല്യൂ Q ഈക്വൽ ടു IT എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. അപ്പം W is equal to Qന് പകരം IT കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ZIT അല്ലെങ്കിൽ W is equal to ZNE എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഈ മൂന്ന് ഇക്വേഷനുകൾ അറിഞ്ഞിരിക്കുക. W is equal to ZQ, Q is equal to NE, where E is the charge of one electron, and Q is equal to IT. I എന്ന് വെച്ചാൽ intensity of electricity and T is the time of flow of current through a conductor. ഓക്കെ, ഇനി Qന് പകരം ഞാൻ ഇവിടുത്തെ IT, Qൻ്റെ വാല്യൂ ആയിട്ടുള്ള IT ഇവിടെ കൊടുക്കുകയാണെങ്കിൽ W is equal to ZIT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഫാരഡേസ് ഫസ്റ്റ് ലാ ഓഫ് ഇലക്ട്രോളിസിസും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷനുകളും, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന രണ്ട് ഇക്വേഷൻ ഏതാണ്? Q is equal to NE ഉണ്ട്, Q is equal to IT ഉണ്ട്. ഓക്കെ, ഇനി ഫാരഡേസ് സെക്കൻഡ് ലാ ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ച രണ്ടാമത്തെ നിയമമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അതിനുവേണ്ടി നമ്മൾ 3 ബീക്കറുകൾ എടുക്കുന്നു. 3 ബീക്കറുകൾ, മൂന്നിലും 3 ഇലക്ട്രോഡുകൾ വയ്ക്കുന്നു. 3 ഇലക്ട്രോഡുകൾ ഇറക്കി വയ്ക്കുന്നു. ആദ്യത്തേതിൽ Na+ൻ്റെ സൊല്യൂഷൻ എടുക്കുന്നു. രണ്ടാമത്തതിൽ Ca2+ൻ്റെ സൊല്യൂഷൻ എടുക്കുന്നു. മൂന്നാമത്തതിൽ Al3+ അയോണുകളുള്ള സൊല്യൂഷൻ എടുക്കുന്നു. അപ്പോൾ ഫാരഡേസ് സെക്കൻഡ് ലാ ഓഫ് ഇലക്ട്രോളിസിസ് പഠിക്കാനായി ഞാൻ 3 കണ്ടെയ്നേഴ്സ് എടുത്തു, 3 ബീക്കേഴ്സ് എടുത്തു. ആദ്യത്തെ ബീക്കറിൽ Na+ അയോണുകളുള്ള സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചു. രണ്ടാമത്തതിൽ ഒരു ബീക്കർ എടുത്തതിൽ Ca2+ അയോണുള്ള കാൽഷ്യം അയോണുള്ള ഒരു സൊല്യൂഷൻ എടുത്തു, അതിലേക്കും ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചു. മൂന്നാമതൊരു ബീക്കർ എടുത്തതിൽ അതിൽ Al3+ അയോണുള്ള അലുമിനിയം അയോണുള്ള സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചു. എന്നിട്ട് 3ലേക്കും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇതിലേക്കും എല്ലാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഓക്കെ, ഇവിടെ 1 മോൾ Na+ അയോണുകൾ ഇഷ്ടംപോലെ ഉണ്ട്. Na+ അയോണുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ Na+ അയോൺ എവിടെ നിന്നെങ്കിലും വെളിയിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടുന്നു. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഇതിലേക്ക് വരുന്നു എന്നല്ലേ, ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ കിട്ടുന്നു. ആ ഇലക്ട്രോണുകളെ Na+ പിടിച്ചെടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് Na+ ഒരു ഇലക്ട്രോണിനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതെന്താവും? Na ആവും.
ഇഷ്ടംപോലെ ഇലക്ട്രോൺ വരുന്നുണ്ട്. ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് ഒരു ഇലക്ട്രോണിൻ്റെ കുറവെന്നാണ്. ആ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് പരിഹരിക്കാനായി ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പിടിച്ചാൽ എന്തായി മാറുന്നു? എണ്ണ ആയി മാറുന്നു എന്ന് വിചാരിക്കുക. എണ്ണ പ്ലസ് എണ്ണ ആയി മാറിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കത്തില്ല, സൊല്യൂഷനായി കിടന്നാൽ സൊല്യൂഷനിൽ കിടന്നാലേ അയോൺസ് ആയിട്ട് കാണപ്പെടത്തുള്ളൂ. ഇനി എന്തെങ്കിലും വസ്തു ആറ്റമായിട്ട് മാറുകയാണെങ്കിൽ എണ്ണ, CaMg, Al ഇങ്ങനെയുള്ള ആറ്റങ്ങളായി മാറുകയാണെങ്കിൽ അത് ഈ ഇലക്ട്രോണിൻ്റെ അറ്റത്ത് പോയി ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ Na+ അയോണുകൾ സൊല്യൂഷനിൽ കിടപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ആ ഇലക്ട്രിസിറ്റിയെ പിടിച്ചെടുത്ത് Na+ അയണുകൾ എന്തായി മാറി? സോഡിയം ആറ്റമായി മാറുകയും അത് ഇലക്ട്രോണിൻ്റെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയും ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ ഓർക്കുക, ഇവിടെ എത്ര ഇലക്ട്രോണുകളാണ് റിയാക്ഷനിൽ പങ്കെടുത്തത്? ഒരു പ്ലസ് ഉള്ളതുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുത്തത് ഒരു ഇലക്ട്രോണാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മോൾ Na+നെ, ഇതിപ്പോൾ ഒരു Na+ൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, ഇനി ഒരു മോൾ Na+ ആണ്, ഒരു മോൾ Na+ ആണ് ഈ ഇലക്ട്രോഡിൻ്റെ അറ്റത്ത് പോയി പറ്റിപ്പിടിക്കുന്നതെങ്കിൽ, അതായത് ഒരു മോൾ Na+ ആണ് Na ആയി മാറി ഇതിൻ്റെ എഡ്ജിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കണം. ഓർക്കുക, എന്താണ് 1 മോൾ ഓഫ് Na+നെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കണം. ബിക്കോസ് ഇവിടെ ഒരു Na+നെ Na ആക്കി മാറ്റാൻ എത്ര ഇലക്ട്രോൺ പങ്കെടുക്കുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ പങ്കെടുക്കുന്നുണ്ട്. ഇലക്ട്രോഡ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക, കണ്ടുപിടിച്ച് വെച്ചേക്കുക. Na+ Na ആയി മാറണമെങ്കിൽ എത്ര ഇലക്ട്രോൺ പങ്കെടുക്കണം? 2 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ Na+ വാങ്ങിക്കണം. അതായത് ഒരു ഇലക്ട്രോണിനെ Na+ വാങ്ങിച്ചാലേ Na+ എന്താകത്തുള്ളൂ? Na ആവത്തുള്ളൂ. ഒരു ഇലക്ട്രോണാണ് ഇലക്ട്രോഡ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ 1 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്താൽ, 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റാണ് എന്ന് പറയുന്നത് ഫാരഡേ. 1 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ 1 മോൾ Na+നെ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Ca2+ അയോണുകൾ. Ca2+ എന്ന് വെച്ചാൽ കാൽഷ്യത്തിന് 2 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് എന്നാണ്. നമ്മൾ വെളിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണുകളെ ഈ Ca2+ പിടിച്ചെടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് 2 പ്ലസ് ഉണ്ടെങ്കിൽ ആ പ്ലസ് ഇല്ലാതാക്കാനായി 2 ഇലക്ട്രോണുകളെ പിടിച്ചെടുത്തത് എന്തായി മാറുന്നു എന്ന് വിചാരിക്കുക? Ca ആയി മാറുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ Ca2+ 2 ഇലക്ട്രോണുകളെ അബ്സോർബ് ചെയ്ത് Ca ആയി മാറുന്നു എന്ന് വിചാരിക്കുക. Ca2+ Ca ആയി മാറിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അടിയിൽ പോയി എന്ത് ചെയ്യും? ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും എന്നല്ലോ. അപ്പോൾ Ca2+ 2 ഇലക്ട്രോണുകൾ വാങ്ങി Ca ആയി മാറിക്കഴിഞ്ഞാൽ അത് ഈ ഇലക്ട്രോണിൻ്റെ അടിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഇവിടെ Ca2+നെ Ca ആക്കി മാറ്റാൻ വേണ്ടി എത്ര ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? 2 ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതായത് ഈ റിയാക്ഷനിൽ 2 ഫാരഡേ കറണ്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ, 2 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്താൽ, എന്താണ് ഫാരഡേ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെ വിളിക്കുന്ന പേരാണ് 1 ഫാരഡേ അല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റിയുടെ അളവ് എത്രയായിരിക്കണം? 2 ഫാരഡേ കൊടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് 1 മോൾ Ca2+ ഇവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോഴും നമ്മൾ 1 മോൾ വസ്തു ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന കറണ്ടിനെ പറ്റി പറയുന്ന നിയമമാണ് ഫാരഡേ സെക്കൻഡ് ലോ. നമ്മൾക്ക് അലുമിനിയം 3+ൻ്റെ കേസ് നോക്കാം. സൊല്യൂഷനിൽ അലുമിനിയം 3+ കിടപ്പുണ്ട്. ഇത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഇലക്ട്രോണുകളെ പിടിച്ചെടുത്തുകൊണ്ട് Al3+ എന്തായി മാറാം? Al ആയി മാറാം. Al3+ എന്ന് വെച്ചാൽ അലുമിനിയത്തിന് 3 ഇലക്ട്രോണുകളുടെ കുറവുണ്ട് എന്നാണ്. അങ്ങനെ എവിടെ നിന്നെങ്കിലും ആ 3 ഇലക്ട്രോണുകളെ Al3+ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 3+ 3- ചേർന്ന് ഇല്ലാതായി അതെന്തായി മാറും? Al ആയി മാറും. അതായത് സൊല്യൂഷനിൽ കിടക്കുന്ന Al3+ അയോണുകളെല്ലാം എന്തായി മാറുന്നു? Al ആയി മാറുന്നു. അലുമിനിയം 3+ അയോണുകൾ വെളിയിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ പിടിച്ചെടുത്ത് അലുമിനിയം ആറ്റമായി മാറുകയും അത് ഈ ഇലക്ട്രോഡിൻ്റെ അറ്റത്ത് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് പറയാം 1 മോൾ Al3+നെ ഇവിടെ നിന്ന് ഈ മെറ്റൽ റോഡിൻ്റെ അറ്റത്ത് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 1 മോൾ അലുമിനിയം 3+, 1 മോൾ അലുമിനിയം 3+ അലുമിനിയമായി മാറി ഈ ഇലക്ട്രോഡിൻ്റെ അറ്റത്ത് പറ്റിപ്പിടിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റിയുടെ അളവ് 3 ഫാരഡേ ആയിരിക്കും. ബിക്കോസ് ഹിയർ 3 ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് ഇൻ ദ ഇലക്ട്രോഡ് പ്രോസസ്. അതായത് ഒരു റിയാക്ഷൻ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ 1 മോൾ വസ്തുവിനെ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന നിയമമാണ് മൈക്കിൾ ഫാരഡേയുടെ ഫാരഡേസ് സെക്കൻഡ് ലോ. അപ്പോൾ എന്താണ് ഫാരഡേ സെക്കൻഡ് ലോ? ഫാരഡേ സെക്കൻഡ് ലോ ഡീൽസ് വിത്ത് ദ ഐഡിയോളജി അബൌട്ട് അല്ലെങ്കിൽ gives the idea about
how much electricity is to be supplied for depositing 1 mole of substance from its solution. ഒരു വസ്തുവിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഒരു മോൾ വസ്തുവിനെ ഡിപ്പോസിറ്റ് ചെയ്യാനായി, ഒരു ഇലക്ട്രോണിൻ്റെ അറ്റത്ത് പോയി ഒരു മോൾ വസ്തു പറ്റിപ്പിടിക്കാനായി നമ്മൾ എത്ര ഫാരഡേ കറണ്ട് കൊടുക്കണമെന്ന് പറയുന്ന നിയമമാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. മൈക്കിൾ ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് മനസ്സിലായല്ലോ. Na പ്ലസ് Na ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം. ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷനിൽ ഒരു ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മോളിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരു ഫാരഡേ കറണ്ട് കൊടുക്കേണ്ടി വരും. കാൽഷ്യം 2 പ്ലസ് കാൽഷ്യമായി മാറാൻ 2 ഇലക്ട്രോൺ ആവശ്യമായതുകൊണ്ട് we have to give a 2 Faraday of current for depositing 1 mole of Ca2 plus to the electrode. ഇനി Al3 പ്ലസിനെ Al ആക്കി മാറ്റാൻ വേണ്ടി 3 ഇലക്ട്രോണുകൾ ആവശ്യമുള്ളത് കൊണ്ട് we have to give a 3 Faraday of electricity for depositing 1 mole of Al3 plus onto the electrode. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു റിയാക്ഷനിൽ അയോണിനെ ആറ്റമാക്കി മാറ്റി ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മനസ്സിലാക്കാനായിട്ട് ആ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോണുകൾ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ n ഇലക്ട്രോണുകളാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇഫ് n ഇലക്ട്രോൺസ് ആർ ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഒരു മോൾ വസ്തുവിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കറണ്ട് വേണം എന്നുള്ളതാണ് നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോ വഴി പറയുന്നത്. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ 1 ഫാരഡേ കറണ്ട് കൊടുത്താൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ 2 ഫാരഡേ കറണ്ട് കൊടുത്താൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3 ഫാരഡേ കറണ്ട് കൊടുത്താൽ 3 മോളല്ല എപ്പോഴും 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ n ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ വി ഹാവ് ടു ഗീവ് n ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും? n ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. എന്തിനു വേണ്ടി? ആ വസ്തുവിൻ്റെ ഒരു മോളിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇംഗ്ലീഷിൽ പറയാം, if n electrons are involved in the electrode process, if n electron 1 electron 2 electron 3 electron എന്നതിന് പകരം if n electrons are involved in the electrode process, then n Faraday of electricity is required for the deposition of 1 mole of substance onto the edge of electrode. ഒരു വസ്തുവിൻ്റെ ഒരു മോളിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ അളവ് ഫാരഡേയിൽ പറയുവാനായിട്ടാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടി, n ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ അയോണുകളെ ആറ്റമാക്കി മാറ്റി ഇലക്ട്രോഡിൻ്റെ അറ്റത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഇലക്ട്രോണുകളുടെ എണ്ണം n ഇലക്ട്രോൺ ആണെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് n ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി എക്സ്റ്റേണലി ഫോർ ദ ഡിപ്പോസിഷൻ ഓഫ് 1 മോൾ ഓഫ് ഇറ്റ് ഓൺ ടു ദ സർഫസ് ഓഫ് ഇലക്ട്രോൺ. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യം, ഒരു സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ Sn4+ അയോണുകളുണ്ട്, tin4+ അയോണുകളുണ്ട്. ഇതിൽ എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1 മോൾ Sn4+നെ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയും? Sn4+, 4 ഇലക്ട്രോണുകളെ വാങ്ങിച്ചാൽ മാത്രമേ Sn ആവൂ. Sn4+ 4 ഇലക്ട്രോണുകളെ വാങ്ങിച്ചാൽ മാത്രമേ Sn ആവൂ. ഇവിടെ റിയാക്ഷന് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അതായത് വി ഹാവ് ടു ഗീവ് 4 ഫാരഡേ ഫോർ ഡിപ്പോസിറ്റിംഗ് 1 മോൾ ഓഫ് Sn4+ ടു ദ സർഫസ് ഓഫ് ഇലക്ട്രോഡ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു അയോണിനെ ആറ്റമാക്കി മാറ്റി ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ഇലക്ട്രോണുകളുടെ എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കറണ്ട് കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഏത് നിയമം പറയുന്നത്? ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോളൈസ്ഡ് ഫോർ 10 minutes. ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്ത് നിങ്ങൾ അതിനെ എന്ത് നടത്തുകയാണ്? ഇലക്ട്രോളിസ് നടത്തുകയാണ്. വിത്ത് എ കറണ്ട് ഓഫ് 1.5 ആംപിയർ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് എത്രയാണ്? കറണ്ട് കൊടുത്താലേ ഇലക്ട്രോളിസ് നടത്താൻ പറ്റൂ. നമ്മൾ കൊടുക്കുന്ന കറണ്ട് എത്രയാണ്? 1.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് എടുത്ത കാഥോഡ്? കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പറിൻ്റെ അളവ് എത്ര? ചോദ്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഒരു ബീക്കർ എടുത്തതിന് ശേഷം അതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അതിലൊരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. Cu2+ അയോണുകൾ ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ഒരു ബീക്കർ എടുത്തിട്ട് ഇതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഏത് അയോൺസ് ഉണ്ട്? Cu2+ അയോൺസ് ഉണ്ട്. ഈ Cu2+ അയോൺസ് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Cu2+ അയോണുകൾ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ Cu2+ അയോണുകൾ ഈ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഈ 2+ ഇല്ലാതാവണം. 2+ ഇല്ലാതാവണമെങ്കിൽ 2 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. അതായത് ഇത് 2 ഇലക്ട്രോണുകളെ വാങ്ങിച്ച് ഇതെന്തായി മാറും? Cu ആയി മാറും. അതായത് സൊല്യൂഷനിൽ കിടക്കുന്ന Cu2+ 2 ഇലക്ട്രോണുകളെ വാങ്ങിച്ചാൽ അതെന്തായി മാറും? Cu ആയി മാറും. കോപ്പർ 2+ അയോണുകൾ 2 ഇലക്ട്രോണുകളെ പിടിച്ചെടുത്ത് Cu ആയി മാറിയാൽ മാത്രമേ അത് ഈ ഇലക്ട്രോഡിൽ പോയി എന്ത് ചെയ്യത്തുള്ളൂ? ഡിപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത്ര ഓർത്തിരിക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിവിടെ കൊടുക്കുന്ന കറണ്ട് എത്ര കറണ്ടാണ് നമ്മൾ കൊടുത്തത്? 1.5 ആംപിയർ ആണ് നമ്മൾ കൊടുത്തത്. 1.5 ആംപിയർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ്. I = 1.5 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര മിനിറ്റാണ് നമ്മൾ ഇലക്ട്രോളിസ് നടത്തിയത്? 10 മിനിറ്റാണ് നമ്മൾ ഇലക്ട്രോളിസ് നടത്തിയത്. അപ്പോൾ T = എത്ര മിനിറ്റ്? 10 മിനിറ്റ്. T = എത്ര മിനിറ്റ്? 10 മിനിറ്റ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും, Q കണ്ടുപിടിക്കാൻ കഴിയും. Q = I × T എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. I എത്രയാണ്? 1.5 × 10 10. അതായത് 1.5 ആംപിയറിലുള്ള കറണ്ട് 10 മിനിറ്റ് ഇതിൽ കൂടെ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കറണ്ട് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ Q കണ്ടുപിടിക്കും. Q = IT. 1.5 × 10 എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇവിടെ 150. ഒരു പോയിന്റ് മാറ്റിയിടുമ്പോൾ 15.0. ഇത്രയും കൂളോംബ് ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തു. 15 ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ 10 മിനിറ്റാണ്. സോറി അതിന് നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റി. ആദ്യമേ സെക്കൻഡിലോട്ട് മാറ്റിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 10 മിനിറ്റിനെ 10 × 60 എത്രയുടെ? 600 സെക്കൻഡ്. സെക്കൻഡിലിട്ട് വേണം എപ്പോഴും കണക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ Q = IT. അവസാനം മൾട്ടിപ്ലൈ ചെയ്താലും മതിയായിരുന്നു. Q = IT. അപ്പോൾ 1.5 × 600. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.5 × 600 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 930 വരും. അതിൽ ഒരു പോയിന്റ് മാറ്റി കുത്തിടുക. അപ്പോൾ 900. ഇത്രയും കൂളോംബാണ്. നമ്മൾ 1.5 കറണ്ട് 1.5 ആംപിയറുള്ള കറണ്ട് 10 മിനിറ്റ് ഈ ഇലക്ട്രോഡിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡിൽ കൂടി പോകുന്ന കറണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ അളവെന്ന് പറയുന്നത് Q = IT ആണ്. I 1.5 T 600 സെക്കൻഡ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 900 കൂളോംബ്. ഓക്കെ, അതായത് വി ആർ ഗീവിങ് എ 900 കൂളോംബ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ദ 900 കൂളോംബ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോഡ്. നമുക്കറിയാം Cu2+ Cu ആയി മാറുമ്പോൾ 2 ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് കൊണ്ട് 2 ഫാരഡേ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. ഏതില്ല? ഫാരഡേസ് സെക്കൻഡിലാണ്. 2 ഇലക്ട്രോൺ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് 2 ഫാരഡേ ആണ് ഇവിടെ കൂടെ കൊടുക്കുന്നതെങ്കിൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. 2 ഫാരഡേ എന്ന് പറയുന്നത് ഫാരഡേക്ക് പകരം കൂളോംബിൽ നമുക്ക് എഴുതാം. 1 ഫാരഡേ എന്ന് പറയുന്നത് എത്രയാണ്? 96500 കൂളോംബ്. അപ്പോൾ 2 ഫാരഡേ എന്ന് പറയുമ്പോൾ 2 × 96500 കൂളോംബ് കൊടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. 1 മോൾ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക മാസിന് തുല്യമായ ഭാരം എടുത്താൽ മതി. അറ്റോമിക മാസ്, കോപ്പറിൻ്റെ അറ്റോമിക മാസ് 63ആണ്. അപ്പോൾ ഇവിടെ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം 63 ഗ്രാം എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് 2 × 96500 കൂളോംബ് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 63 ഗ്രാം സബ്സ്റ്റൻസ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ? ഒന്നും കൂടെ ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഒരു ഇലക്ട്രോഡ്, ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനിൽ Cu2+ അയോണുകൾ കിടപ്പുണ്ട്. അതിലേക്ക് ഒരു മെറ്റൽ റോഡ് ഇറക്കി വയ്ക്കുകയാണ്. അതിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് 1.5 ആംപിയറിലുള്ള 10 മിനിറ്റിലുള്ള കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ ഇലക്ട്രിസിറ്റി ഇലക്ട്രോഡിൽ കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോസ് will be calculated by the equation by the term Q. Q = I × T. ഐയുടെ വാല്യൂ 1.5. T എന്ന് പറയുന്നത് 600 സെക്കൻഡ് ആണ്. 10 മിനിറ്റ് എന്ന് 10 × 60 എടുക്കുമ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ 10 × 60 600 സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂളോംബിലുള്ള ചാർജ് കിട്ടും. അതായത് ഇതിലേക്ക് പാസ് ചെയ്യുന്ന ഈ ഇലക്ട്രോഡിലേക്ക് പാസ് ചെയ്യുന്ന എത്ര കൂളോംബ് ഇലക്ട്രിസിറ്റിയാണ്? 900 കൂളോംബ് ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം Cu2+നെ Cu ആക്കി മാറ്റിയാൽ മാത്രമേ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ. Cu2+ 2 ഇലക്ട്രോൺ വാങ്ങിച്ചാൽ എന്താവും? Cu ആവും. ഇവിടെ 2+ എന്നാണ് കിടക്കണേ. ദാറ്റ് മീൻ ഇവിടെ 2 ഇലക്ട്രോൺ എന്നാണ് കിടക്കണേ. ദാറ്റ് മീൻസ് we need 2 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഡിപ്പോസിഷൻ ഓഫ് 1 മോൾ.
1 മോൾ വസ്തു ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ഫാരഡേ വേണം? 2 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ 1 ഫാരഡേക്ക് പകരം 96500 കൂളോം എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഫാരഡേക്ക് വരെ എന്ത് കൊടുക്കും? 2 × 96500 കൂളോം. 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു പറയുന്നത് വരെ അതിൻ്റെ അറ്റോമിക് മാസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞു, അറ്റോമിക് ഗ്രാമിൽ പറഞ്ഞാൽ മതി. കോപ്പറിൻ്റെ അറ്റോമിക് മാസ് 63, ക്വസ്റ്റ്യൻ തന്നേക്കും. ഇപ്പോൾ ഞാൻ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നേക്കും, പരീക്ഷയാകുമ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കും. 63 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ? അതായത് 2 × 96500 കൂളോംബ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ 63 ഗ്രാം കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് ഇവിടെ 2 ഇലക്ട്രോൺ പങ്കെടുക്കുന്നതുകൊണ്ട് 2 ഫാരഡേ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക മാസിന് തുല്യമായ വസ്തു ഗ്രാമിൽ ഡിപ്പോസിറ്റ് ചെയ്യും. കോപ്പറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 63. പക്ഷേ നമ്മൾ ഇത്ര കറണ്ട് അല്ല പാസ് ചെയ്യുന്നു. നമ്മൾ പാസ് ചെയ്ത് എത്ര കൂളോംബാണ്? 900 കൂളോംബാണ്. അപ്പോൾ നമുക്ക് എഴുതാം 900 കൂളോംബാണ് പാസ് ചെയ്തതെങ്കിൽ ഉള്ള ഡിപ്പോസിറ്റ് ചെയ്ത കോപ്പറിൻ്റെ അളവല്ലേ കണ്ടുപിടിക്കണം. അറിഞ്ഞു കൂടാത്തത് കൊണ്ട് എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. ചെയ്യുന്ന രീതി മനസ്സിലായ? 2 ഇലക്ട്രോൺ പങ്കെടുക്കുന്നതുകൊണ്ട് 2 ഫാരഡേ ആണ്. 2 ഫാരഡേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2 × 96500 കൂളോംബാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 1 മോൾ വസ്തു ഡിപ്പോസിറ്റ് ചെയ്യും. 2 ഫാരഡേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 1 മോൾ വസ്തു, അല്ലെങ്കിൽ അറ്റോമിക മാസ് ഗ്രാമിൽ പറയുന്നതിന് തുല്യമായ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. 900 കൂളോംബാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടത്തോണ്ട് എന്ത് കൊടുക്കും? എക്സ് ഗ്രാം എന്ന് കൊടുക്കും. എക്സ് ഗ്രാം. ഇനി ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആൻസർ കിട്ടും 2 × 96500 × എക്സ്. 2 × 96500 × എക്സ് ഈസ് ഈക്വൽ ടു 63 × 900. 63 × 900. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ എഴുതിക്കോണം. എക്സ് എന്താണ്? എക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് വെൻ 900 കൂളോംബ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോഡ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 63 × 900 ഡിവൈഡ് ബൈ, ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇക്വേഷന് പുറത്തുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 × 96500 എന്ന് കിട്ടും. ഇത് ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ ഉത്തരം 0.29 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ 900 കൂളോംബാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 900 കൂളോംബ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് 0.29 ഗ്രാം കോപ്പറാണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ സൊല്യൂഷൻ ഓഫ് NaNO3 ടോയ്സ്. NaNO3 എന്ന് വെച്ചാൽ നിക്കൽ നൈട്രേറ്റ് എന്നാണ്. നിക്കൽ നൈട്രേറ്റ് ഈസ് ഇലക്ട്രോളൈസ്ഡ് ബിറ്റ്വീൻ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇറക്കി വെച്ച് നിക്കൽ നൈട്രേറ്റിനെ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. അതൊക്കെ ചുമ്മാ പറഞ്ഞേക്കുക. ബൈ യൂസിങ് ആൻ ഇലക്ട്രിസിറ്റി ഓഫ് 5 ആംപിയർ ഫോർ 20 മിനിറ്റ്സ്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് 5 ആംപിയർ ആണ്. എത്ര മിനിറ്റാണ് കൊടുക്കുന്നത്? 20 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. വാട്ട് ഈസ് എ മാസ് ഓഫ് നിക്കൽ ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? അങ്ങനെയാണെങ്കിൽ എത്ര മാസ് ഓഫ് നിക്കലാണ് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഈ നമ്മുടെ സൊല്യൂഷൻ എടുക്കുന്നു, ബീക്കർ എടുക്കുന്നു. ഞാൻ അതിൻ്റെ എങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സൊല്യൂഷൻ, ഒരു ബീക്കറിൽ സൊല്യൂഷൻ എടുക്കുന്നു, നിക്കൽ നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ എടുക്കുന്നു. NaNO3 ടോയ്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ എടുക്കുന്നു. സൊല്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് NaNO3 ടോയ്സിൽ ഉള്ള അയോണുകൾ എന്ന് പറയുന്നത് Na2+ അയോണുകളാണ്. ഇതിലേക്ക് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇറക്കി വെച്ച് ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യാണ്. കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ കറണ്ട് 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി കൊടുക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും Na2+ ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് തുടങ്ങും. Na2+ ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ Na2+ എന്നുള്ളത് ഈ 2+ പോകണം. പോയാൽ മാത്രമേ ഈ സാധനം ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. 2+ എന്ന് 2 ഇലക്ട്രോണിൻ്റെ കുറവാണ്. അപ്പോൾ ഇത് ഈ ഇലക്ട്രിസിറ്റിയിൽ നിന്നും, വെളിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കുറവില്ലാതാവും. അപ്പോൾ Na2+ എന്തായി മാറും? Na ആയി മാറും. ഓക്കെ, ഇനി നോക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? 5 ആംപിയർ കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി, ആംപിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് അല്ലേ? ഇൻറ്റൻസിറ്റി 5 ആംപിയർ ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത്, T എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ നിങ്ങൾ സെക്കൻഡിലാക്കുക. സെക്കൻഡിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20 × 60 1200 സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഐയും ടിയും അറിയാമെങ്കിൽ ഉടനടി നമുക്ക് Q കണ്ടുപിടിക്കാം. Q, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വൽ ടു IT. Q ഈസ് ഈക്വൽ ടു IT. I, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. T, ടൈം. രണ്ടും ഉണ്ട്. 5 ആംപിയർ 1200. അപ്പോൾ 5 × 1200. 12 5 60. 60 പിന്നെ 2 0 6000 അല്ലേ?
അപ്പോൾ 6000 കൂളോംബ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. വി ആർ പ്രൊവൈഡിങ് 5 ആംപിയർ 20 മിനിറ്റ് എന്നതിന് പകരം നമുക്ക് എഴുതാം എന്താണ് 6000 കൂളോംബ് എനർജിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 2 ഇലക്ട്രോൺ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ഇലക്ട്രോഡ് പ്രോസസ്സിൽ 2 ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഫാരഡേസ് ലാ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? 2 ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നതെങ്കിൽ 2 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യും, 1 മോൾ ഓഫ് നിക്കൽ ഡിപ്പോസിറ്റ് ചെയ്യും. 1 മോൾ എന്നതിന് പകരം നമുക്കതിൻ്റെ അറ്റോമിക മാസ് കാണിച്ചാൽ മതിയാവും. 1 മോൾ നിക്കൽ എന്നതിന് പകരം അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? അറ്റോമിക മാസ് 58.7 അല്ലേ? അപ്പോൾ 58.7 ഗ്രാം നിക്കൽ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. 2 ഫാരഡേ കറണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ 58.7 ഗ്രാം നിക്കൽ ഡിപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ഫാരഡേസ് ലാ ആണ്. എത്ര ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ കൊടുത്തു കഴിഞ്ഞാൽ അറ്റോമിക മാസിന് തുല്യമായ ഭാരം ആ വസ്തു ആ ഇലക്ട്രോഡിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. 2 ഫാരഡേ എന്ന് പറയുന്നതിന് പകരം ഫാരഡേക്ക് പകരം നമുക്ക് കൂളോംബിലേക്ക് മാറ്റാം. 1 ഫാരഡേ എന്ന് പറയുന്നത് 96500 കൂളോംബാണ്. അപ്പോൾ 2 ഫാരഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 96500 കൂളോംബ് കൊടുത്തു കഴിഞ്ഞാൽ 58.7 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 2 × 96500 കൂളോംബ് അല്ല, നമ്മൾ കൊടുക്കുന്നത് എത്ര കൂളോംബാണ്? 6000 കൂളോംബാണ്. അങ്ങനെയാണെങ്കിൽ 6000 കൂളോംബ് കൊടുത്തു കഴിഞ്ഞാൽ x ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 96500 × x, 2 × 96500 × x is equal to 58.7 × 6000, 58.7 × 6000. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു ഇത്രയും സാധനം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, ഇക്വേഷൻ അപ്പോൾ തോന്നുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 58.7 × 6000 ബൈ 2 × 96500 ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. എക്സിൻ്റെ വാല്യൂ 1.8248 എന്ന് കിട്ടും. 1.8248 ഗ്രാം. അതായത് നമ്മൾ കൊടുക്കുന്നത് 6000 കൂളോംബ് ഇലക്ട്രിസിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1.8248 ഗ്രാം നിക്കൽ ഈ ഇലക്ട്രോഡിൽ പോയി എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേറെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതേ ഫാരഡേസ് സെക്കൻഡ് ലാ വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഹൗ മച്ച് ചാർജ് ഇസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ് പ്രോസസ്സ്? താഴെ തന്നിരിക്കുന്ന പ്രോസസ്സുകൾ, റിയാക്ഷനുകൾ നടക്കണമെങ്കിൽ എത്ര ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും? എത്ര ഇലക്ട്രിസിറ്റി നമ്മൾ ആ സൊല്യൂഷനിലേക്ക് കൊടുക്കേണ്ടി വരും? ശ്രദ്ധിക്കുക, ഇവിടെ Al3+ എന്തായി മാറുകയാണ്? Al ആയി മാറുകയാണ്. 1 മോൾ Al3+നെ Al ആക്കി മാറ്റണമെങ്കിൽ ഈ 3+ പോകണമല്ലേ? 3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് എന്നാണ്. എവിടെ നിന്നെങ്കിലും 3 ഇലക്ട്രോണുകൾ കിട്ടിയാൽ മാത്രമേ ആ കുറവ് പരിഹരിക്കപ്പെടത്തുള്ളൂ. അതായത് ഇക്വേഷൻ എങ്ങനെ വരുന്നത്? Al3+ + 3 ഇലക്ട്രോൺ ഈസ് Al. ഇവിടെ എത്ര ഇലക്ട്രോണാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? 3 ഇലക്ട്രോണുകളല്ലേ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കണം? 3 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ അതിൻ്റെ 1 മോൾ വസ്തുവിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചായിരുന്നു, ഇഫ് n ഇലക്ട്രോൺ ആർ ഇൻവോൾവ് ഇൻ ദ ഇലക്ട്രോഡ് പ്രോസസ് ദെൻ n ഫാരഡേ ഈസ് റിക്വയർഡ് ഫോർ ദ ഡിപ്പോസിഷൻ ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ 3 ഇലക്ട്രോൺ റിയാക്ഷനിൽ പങ്കെടുത്താൽ 3 ഫാരഡേ കൊടുത്താലേ Al3+നെ എന്താക്കി 1 മോൾ Al3+നെ Al ആക്കി മാറ്റാൻ കഴിയും. അതേപോലെ ഇതും പറഞ്ഞൂടെ, Cu2+നെ Cu ആക്കണം. അപ്പോൾ Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇവിടെ 2+ മാറണമെങ്കിൽ ഇത് എത്ര ഇലക്ട്രോണുകളെ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു? 2 ഇലക്ട്രോണുകളെ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2 ഇലക്ട്രോണുകൾ Cu2+ 2 ഇലക്ട്രോണുകളെ വാങ്ങിച്ചാലേ Cu ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 2 ഇലക്ട്രോൺ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇവിടെ 1 മോൾ വസ്തുവിനെ Cu2+നെ Cu ആക്കി മാറ്റാൻ വേണ്ടി 2 ഇലക്ട്രോൺ ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എത്ര ഫാരഡേ കൊടുക്കേണ്ടി വരുമായിരിക്കും? 2 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. കാരണം ഇവിടെ എത്ര ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്? 2 ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്. അടുത്ത നോക്കൂ, Mn(4- is converting into Mn2+. Mn(4- എന്തായി മാറുന്നു? Mn2+ ആയി മാറുന്നു. ആദ്യം Mn ഇവിടെയൊക്കെ ആണെങ്കിൽ കോപ്പറിൻ്റെ ചാർജ് നമുക്ക് അറിയാമായിരുന്നു അല്ലേ? Al3+ ആയതുകൊണ്ട് 3 ഇലക്ട്രോൺ വേണം, Cu2+ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ വേണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ മാംഗനീസിൻ്റെ ചാർജ് നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ നമ്മൾ മാംഗനീസിൻ്റെ ചാർജ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. Mn(O4-), ഓക്സിജൻ്റെ ചാർജ് -2, മാംഗനീസിൻ്റെ ചാർജ് x,
ഒരു മാംഗനീസ് ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 1 എക്സ്. ഈ രീതി നിങ്ങൾ 9ാം ക്ലാസ് പോലെ പഠിക്കുന്നതാണ് ചാർജ് കണ്ടുപിടിക്കാൻ. എക്സ് ഇൻറ്റു 1 എക്സ് -2 × 4 -8 ഈസിക്വൽ ടു ഇവിടുത്തെ ചാർജ് എത്ര -1. അപ്പോൾ എക്സ് ഈസിക്വൽ ടു -1 -8 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും +8 -1 +8 +7. അതായത് MnO4- മാംഗനീസിൻ്റെ ചാർജ് എത്രയാണ്? +7 ആണ്. MnO4- മാംഗനീസിൻ്റെ ചാർജ് +7 ആണ്. MnO4- എന്തായി മാറുന്നു എന്ന് പറഞ്ഞേക്കാണ്? Mn2+ ആയി മാറുന്നു. അതായത് Mn7+ Mn2+ ആയി മാറുന്നു എന്നാണ് അർത്ഥം. Mn7+ Mn2+ ആയി മാറുന്നു. നോക്കിയേ, ഇവിടെ മാംഗനീസിൻ്റെ ചാർജ് 7+ ആണ്. അതായത് മാംഗനീസിന് 7 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെയാണെങ്കിൽ മാംഗനീസിന് 2+ ഉള്ളൂ, 2 ഇലക്ട്രോണുകളുടെ കുറവേ ഉള്ളൂ. 7 ഇലക്ട്രോണുകളുടെ കുറവിൽ നിന്ന് 2 ഇലക്ട്രോണുകളുടെ മാത്രം കുറവിലേക്ക് മാറണമെങ്കിൽ ഇതിന് എവിടെ നിന്നെങ്കിലും ഒരു 5 ഇലക്ട്രോൺ കിട്ടിക്കാണണം. അതായത് ഇവിടെ നിന്നെങ്കിലും ഒരു 5 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാലേ ബാക്കി 2 ഇലക്ട്രോണുകളുടെ കുറവ് വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് 5 ഇലക്ട്രോണുകളാണ്. Mn7+ Mn2+ ആയി മാറുമ്പോൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് 5 ഇലക്ട്രോണുകളായതുകൊണ്ട് വി ഹാവ് ടു ഗീവ് 5 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ദ ഡിപ്പോസിഷൻ ഓഫ് 1 mole ഓഫ് Mn4- Mn2+. ഓക്കെ ആണ്. അപ്പോൾ ചാർജ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു? ചാർജ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കൂ, Cr2O7 2- gives Cr3+. ഇവിടെ ക്രോമിയത്തിൻ്റെ ചാർജ് തന്നിട്ടില്ല. ഈ മോളിക്യൂളിൻ്റെ മുഴുവനായിട്ടുള്ള ചാർജാണ് 2-. അവിടെ ക്രോമിയത്തിൻ്റെ ചാർജ് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. Cr2O7 2-, ഓക്സിജൻ്റെ ചാർജ് -2, ക്രോമിയത്തിൻ്റെ ചാർജ് x എന്നെടുക്കുക. അപ്പോൾ x × 2 2x -2 × 7 -14 ഈക്വൽ ടു ടോട്ടൽ ചാർജ് എത്ര? -2. അതിൽ നിന്ന് x ഈക്വൽ ടു -2 ഉണ്ട്, -14 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +14. 2x ഈക്വൽ ടു എന്നാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കൂ, Cr2O7 2- ചാർജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. Crൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. Cr2O7 2-, Crൻ്റെ ചാർജ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് x, ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. x × 2 2x -2 × 7 -14 ഈസ് ഈക്വൽ ടു -2. ഇതിൽ നിന്ന് x ഈക്വൽ ടു -2x ഈക്വൽ ടു ആണ്. 2x ഇതേപോലെ താഴോട്ട് എടുത്ത് എഴുതി. -2 ഇവിടെ ഉണ്ട്, -14 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +14. 2x ഈക്വൽ ടു +12, x ഈക്വൽ ടു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. +12/2 ഈക്വൽ ടു +6. അതായത് ക്രോമിയത്തിൻ്റെ ഈ Cr2O7 2- ചാർജ് എത്രയാണ്? +6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം Cr+6 അല്ലെങ്കിൽ 6+ എന്തായി മാറുന്നു? Cr3+ ആയി മാറുന്നു. Cr6+ ഈസ് കൺവേർട്ടിങ് ഇൻറ്റു Cr3+. ഇവിടെ 6 ഇലക്ട്രോണുകളുടെ കുറവുള്ള സ്ഥലത്ത് നിന്ന് 3 ഇലക്ട്രോണുകളുടെ മാത്രം കുറവുള്ള സ്ഥലത്തേക്ക് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ നിന്നോ 3 ഇലക്ട്രോണുകൾ കിട്ടുന്നു എന്നാണ്. Cr6+ന് 3 ഇലക്ട്രോൺ കിട്ടിയാൽ മാത്രമേ അതെന്താവത്തുള്ളൂ? Cr3+ ആവത്തുള്ളൂ. മനസ്സിലായല്ലോ? 6+ 3+ ആകണമെങ്കിൽ 6+നോടൊപ്പം എത്ര ഇലക്ട്രോൺ കിട്ടണം? 3 ഇലക്ട്രോൺ കിട്ടിയേ മതിയാവും. അപ്പോൾ ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് 3 ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇവിടെ 1 മോൾ വസ്തുവിനെ ഇതിൻ്റെ 1 മോൾ വസ്തുവിനെ Cr3+ ആക്കണമെങ്കിൽ 3 ഇലക്ട്രോൺ ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് 3 ഫാരഡേ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഫാരഡേ സെക്കൻഡ് ലൈയും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ തിയറി പോർഷൻസ് ഇനി കുറച്ച്, അതായത് CBSEക്ക് ഇനിയുള്ള തിയറി പോർഷൻസ് ഇല്ല, പക്ഷേ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇനിയുള്ള തിയറി പോർഷൻസ് ബാറ്ററി, കൊറോഷൻ, ഫ്യൂവൽ സെൽ അതൊക്കെയാണ്. സ്റ്റേറ്റിന് പക്ഷേ പഠിക്കാനുള്ള ഒരു പോർഷനും അവർ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു പോകണം. ഇനി നമുക്ക് ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്ടംപോലെ എന്തുണ്ട്? പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഫാരഡേ സെക്കൻഡ് ലോ എന്താണെന്നും സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.